ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എഗ് മഞ്ചൂരിയൻ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 മുട്ടയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ മുട്ട നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ ഞാനതിലേക്ക് ചേർക്കണത്. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, മുട്ട ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ഏത് ടൈപ്പ് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ വശങ്ങളിലും എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇത് മതി. ഇനി മുട്ടയുടെ മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്റ്റീമർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി കേട്ടോ. കടായിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റീമറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ പിടിക്കും ഇത് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ മുട്ട കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത് കുക്കായിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ. ഇനി നമുക്കിത് പുറത്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അൺമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വശങ്ങളിൽ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിടിയിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് തന്നെ പോന്നോളും. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇത് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, എന്നാലും ചൂടുണ്ട്. ഇപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ പിന്നെ വേഗം കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ. നമ്മൾ എഗ്ഗ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അത് കാരണം ഇതുപോലെ ഹോൾസ് ആയിട്ട് തന്നെ വരും. നമുക്കിത് വേറെ ഏത് മുട്ടക്കറിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ എഗ്ഗ് വേവിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കുറച്ച് കളറും കൂടിയും കിട്ടുന്നു മാത്രം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു തിക്കായിട്ടൊരു ബാറ്ററായിട്ടാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അതിരിക്കാൻ. ഒരുപാട് തിക്കോ വരുത്, എന്നാൽ ഒരുപാട് ലൂസോ വരുത്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ ഒരു പീസസ് ഉണ്ടല്ലോ, ഓരോ പീസസും ഇതുപോലെ മുക്കിയെടുക്കാം. അതിനുശേഷം
ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എല്ലാം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴേ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിനി ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഇത് മതി കേട്ടോ, നമുക്കിനി കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫ്രൈഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി മുറിച്ചെടുത്തത്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. അത് നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാനൊരു സവോള നല്ല ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള ഇതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചെടുത്തത്, നിങ്ങളുടെ കയ്യിൽ കളേർഡ് ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചൈനീസ് ഡിഷസ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പച്ചക്കറികളൊന്നും ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ എടുക്കേണ്ടത്. ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, നിങ്ങൾക്ക് ഗാർലിക് ചില്ലി സോസ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസിന് കേട്ടോ, അത് കാരണമാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർക്കണത്. ഇപ്പോൾ ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം ഈ സോസുകളിൽ എല്ലാത്തിലും ഉപ്പുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെമി ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് അളവിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും. വെള്ളം പോരാന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളൂ. കുറച്ച് ഉപ്പ് ചേർക്കാം, ഉപ്പ് കുറച്ച് കുറവാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കാണ്. ഇത് ഇപ്പോൾ സെമി ഗ്രേവി ആണെന്നുണ്ടെങ്കിലും ഒന്ന് തണുത്ത് വരുമ്പോൾ ഡ്രൈ ആയിട്ട് വരും. ഇനി ഇതൊന്ന് സോസ് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് കണ്ടു നോക്കട്ടെ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.